ഇനി കുഞ്ഞുമറിയത്തിന്റെ പലഹാരം വേളിക്ക് വന്നാ കിട്ടുകയില്ല. വേണമെങ്കിൽ അങ്ങ് അമേരിക്കയിലോട്ട് വരണം. അതെന്നാ? ഞാൻ അമേരിക്കക്ക് പോവാടി. പോകുമ്പോ കൊണ്ടുപോകാനുണ്ടാക്കിയതല്ലേ ഇതൊക്കെ. നേരാണോടി? ഇളയ മോൻ തോമസ് കുട്ടി എന്നെ അങ്ങോട്ട് കൊണ്ടുപോവാ. വിസായും വിമാനത്തിന്റെ ടിക്കറ്റും ഒക്കെ കൊടുത്തു വിട്ടത് മിനിഞ്ഞാന്ന് കിട്ടി. നീ ഭാഗ്യമുള്ളവളാ കുഞ്ഞുമറിയേ. ഓ, എന്നാ ഭാഗ്യവാ. ഇവിടെ ഈ പാടവും പറമ്പും പള്ളിയും ഒക്കെ ആയിട്ട് നടന്നിട്ടേ അവിടുത്തെ ഓരോ സ്ഥലപ്പേരുകളേ നമ്മുടെ കിനാശ്ശേരി, ചാത്തോത്തുമുക്ക്, പടിയക്കണ്ടി കേൾക്കുമ്പം തന്നെ എന്നാ സുഖവാ. ഇത് ഞാൻ വിമാനം ഇറങ്ങുന്ന സ്റ്റോപ്പിന്റെ പേര് കേൾക്കണ്ടേ നിനക്ക്? അയ്യോ, പിന്നെയും മറന്നു. ഒരാഴ്ച എടുത്ത് അതൊന്ന് വായിച്ചു പഠിക്കാൻ. സാൻ ഫ്രാൻസിസ്കോ. മൂത്തവൻ അങ്ങ് ഫിലാഡൽഫിയയില. ആ മക്കളെ അമേരിക്കയിലെ നഴ്സന്മാർക്ക് കെട്ടിച്ചു വിട്ട തള്ളമാരെ ശിക്ഷിക്കാൻ ദൈവം തമ്പുരാൻ അറിഞ്ഞിട്ട സ്ഥലപ്പേരുകൾ അമേരിക്കയിൽ മൊത്തം. ഈ വയസ്സുകാലത്ത് ഞാനിതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കും എന്റെ കർത്താവേ? അതിന് അവരെ കൊണ്ടല്ലേ അവിടെ. അതുങ്ങൾ അമ്മച്ചി അടുത്തുണ്ടാവണമെന്ന് ആഗ്രഹിച്ച് വിളിക്കുമ്പോ നീ വേറൊന്നും ആലോചിക്കണ്ട. ആഗ്രഹിച്ചു വിളിക്കുന്നു. ഇളയവന്റെ നഴ്സത്തിൽ രണ്ടാമത് പെറ്റിട്ട് 5 മാസം കഴിഞ്ഞു. അവിടെ ആണെങ്കിൽ വീടടിച്ചു കൊടുക്കാനും കൊച്ചിനെ നോക്കാനും ഒക്കെ പറ്റിയ ഒരാളെ എളുപ്പം കിട്ടുകയില്ല. നേരത്തെ ഒരുത്തി ഉണ്ടായിരുന്നു. അവക്ക് ഇവിടുത്തെ 8,000-ഉം 10,000-ഉം ഒക്കെയാ ശമ്പളം. ഞാനാണെങ്കിൽ പേരക്കുട്ടികളെ കൊഞ്ചിച്ചും കളിപ്പിച്ചും ഒക്കെ നേരവും പോകും. കൂട്ടത്തിൽ വീട്ടു ജോലിയും നടക്കും. ശമ്പളവും വേണ്ട. ചത്തുപോയവരൊക്കെ കയറ്റിക്കൊണ്ടുവരാൻ വിമാനത്തിനൊക്കെ ഭയങ്കരം ചാർജ് ആവൂല്ലയോ? ഓ, ചത്തു കഴിഞ്ഞാ പിന്നെ അമേരിക്ക ആയാലെന്നാ കിനാശ്ശേരി ആയാലെന്നാ. കാലത്ത് ഞാൻ പോകും. പോകുമ്പോ എന്റെ മുമ്പിലൊന്നും ഒന്ന് നിന്നേക്കരുത്. വയ്ക്കൂ.